വർഷത്തെ പരിചയസമ്പന്നമുള്ള മികച്ച കേൾവി പരിചരണ ദാതാവ് ദിയ ഹിയറിംഗ് കെയറിന്റെ നവീകരിച്ച പുതിയ സ്ഥാപനം ആലുവയിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച പരിചരണത്തിലൂടെ വ്യക്തവും അനായാസവുമായ കേൾവിയുടെ ആനന്ദം കേൾവിക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് എത്തിക്കുകയാണ് ആലുവയിലെ ദിയ ഹിയറിംഗ് കെയറിന്റെ പ്രധാന ലക്ഷ്യം. കേൾവിശക്തി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ചികിത്സകളും നൂതന കേൾവിശക്തി സഹായികളും വാഗ്ദാനം ചെയ്യുന്ന ഉയർന്ന നിലവാരമുള്ള ദിയ ഹിയറിംഗ് സെന്ററിന്റെ നവീകരിച്ച പുതിയ സ്ഥാപനം ആലുവയിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച പരിചരണം നൽകാൻ സാധിക്കുന്ന ദിയ ഹിയറിംഗ് കെയർ കൂടുതൽ അഡ്വാൻസ് ടെക്നോളജിയുമായാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. കേൾവി സഹായി വെച്ച് അവർക്ക് എന്ത് കേൾക്കുന്നുവെന്ന് ബൈസ്റ്റാൻഡേഴ്സിന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് പുതിയ സംരംഭമായ ദിയ ഹിയറിംഗിന്റെ എക്സ്പീരിയൻസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിവിടെ 10 വർഷക്കാലമായിട്ട് ദിയ ഹിയറിംഗ് കെയർ ആലുവയിലുണ്ട്. ഈ 10 വർഷത്തിന് ശേഷം ഒരുപാട് പേഷ്യൻസിൻ്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, ഈ പേഷ്യൻസും അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെ പാരൻസോ അല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡോ ഒരു കൂടെ വരുന്ന ഒരാൾക്ക് ഹിയറിംഗ് എയ്ഡ് വച്ചതിന് ശേഷവും പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്കാണെങ്കിൽ കേൾക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ, അത് മനസ്സിലാക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഹിയറിംഗ് എയ്ഡ് എക്സ്പീരിയൻസ് സെൻറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ, കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹിയറിംഗ് എയ്ഡ് എക്സ്പീരിയൻസ് സെൻറ്റർ നമ്മൾ കേൾവി സഹായി വച്ച് പേഷ്യൻസിന് കേൾക്കുന്നതിനോടൊപ്പം തന്നെ കൂടെ വന്ന ആൾക്കാർക്കും ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ഹിയറിംഗ് എയ്ഡിൽ കൂടെ അവർക്ക് എന്ത് കേൾക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഹിയറിംഗ് എയ്ഡിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ട് ശരിക്കും ആ പേഷ്യൻ്റ് ആവശ്യത്തിനുള്ളതായിട്ടുണ്ടോ, കറക്റ്റ് അളവിലാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മളത് മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസും ഞങ്ങളിവിടെ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കേൾവി മൂല്യനിർണ്ണയം, അവയ്ക്കുള്ള ചികിത്സ, സഹായ പരിഹാരങ്ങൾ എന്നിവ തനതായ രീതിയിൽ നിറവേറ്റുന്നതിലും ദിയ ഹിയറിംഗ് കെയർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ വാറണ്ടിയുള്ള ഹിയറിംഗ് എയ്ഡ്സ് ആണ് കൂടുതലായും ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുന്നതെന്ന് ദിയ ഹിയറിംഗ് കെയർ ഡയറക്ടറും ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറുമായ ഡെയ്നു ദേവി പറഞ്ഞു. ജനിച്ച കുഞ്ഞു പിള്ളേരുടെ ടെസ്റ്റ് ചെയ്യുന്ന നൂതനമായ ടെസ്റ്റിംഗ് സംവിധാനം ബെറ എന്ന് പറയുന്ന ടെസ്റ്റ്, പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്നതെല്ലാം ഇൻ്റർനാഷണൽ വാറൻറ്റിയുള്ള ഹിയറിംഗ് എയ്ഡ് നമ്മളിപ്പം ഇവിടെ പ്രൊവൈഡ് ഉണ്ട്. ഇവിടെ വാട്ടർ പ്രൂഫ് ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഇപ്പോൾ കൂടുതൽ ഞങ്ങളിപ്പം പേഷ്യൻറ്റിനെ റെക്കമെൻഡ് ചെയ്യാറ്. കാരണം നമ്മുടെ ഒരു കേരളം നോക്കുമ്പോൾ ഇവിടെ ഹ്യൂമിഡിറ്റി വളരെയധികം കൂടുതലാണ്. ഹ്യൂമിഡിറ്റി കൂടുതലാകുമ്പം ഈ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഷീൻസ്, കോട്ടിംഗ് ഇല്ലാത്ത മെഷീൻസ് ആണെങ്കിൽ കൊറോഷനൊക്കെ വരാൻ സാധ്യതയും ലൈഫ് കുറയാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പല മെഷീൻസും നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളത്തിലെടുത്തിട്ട് കുലുക്കിയിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാലും അത് കൃത്യമായി വർക്ക് ചെയ്യും. അത് 100% ഞങ്ങൾ ഗ്യാരണ്ടി ഉള്ളതാണ്. നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് വാങ്ങിയിട്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആ ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാം ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങളുടെ ശരിക്കും പാരന്റ് ഫേം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസ് ആണ്. വാട്ടർ പ്രൂഫ്, വാട്ടർ റെസിസ്റ്റൻസ്, റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ്, ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡ്സ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയും പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളും ഒത്തുചേർന്ന് നിരവധി സേവനങ്ങളും ജനങ്ങൾക്ക് ഉറപ്പാക്കുന്നുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഓഡിയോളജിസ്റ്റുമായ വിവേക് സോമരാജ് പറഞ്ഞു. ലോകത്ത് 5 to 6% പോപ്പുലേഷനിൽ കേൾവിക്കുറവ് കണ്ടുവരുന്നു. ഒരു ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു 55 വയസ്സിന് മുകളിലോട്ട് ഏറിയ പങ്കും പ്രായമായവരിലും ഹിയറിംഗ് ലോസ് അല്ലെ കേൾവിക്കുറവ് കണ്ടുവരുന്നു. കേൾവിക്കുറവ് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ ഒരാൾക്ക് കേൾവിക്കുറവ് ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില എളുപ്പ വഴികളുണ്ട്. അതായത് വീട്ടിൽ നമ്മൾ TV കാണുമ്പോൾ TVയുടെ വോളിയം വളരെ ഒച്ചത്തിൽ വെക്കുക. മൊബൈൽ ഫോൺ വിളിക്കുമ്പോഴും കേൾക്കാൻ നല്ല ബുദ്ധിമുട്ട്. ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ നല്ല ഒച്ചത്തിൽ സംസാരിക്കുന്നു. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കേൾവിക്കുറവ് അല്ല കേൾവിക്ക് കേൾക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളവരായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് ടിംപാനോമെട്രിയാണ്. ടിംപാനോമെട്രി എന്ന് പറയുമ്പോഴത്തേനും ചെവിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, മരുന്ന് കഴിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ടിംപാനോമെട്രി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത് OAE ആണ്, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻസ് എന്ന് പറയും. ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ ന്യൂ ബോൺ സ്ക്രീനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതായത് കുട്ടികൾ ജനിച്ച ഉടൻ തന്നെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റിംഗ് ആണ് OAE അല്ലെങ്കിൽ ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻസ്. അത് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളിൽ ജനിച്ച ഉടനെ തന്നെ കേൾവിക്കുറവുണ്ടോ അല്ലെങ്കിൽ അവരെ റീടെസ്റ്റ് ചെയ്യണോ, അവർ ഹൈ റിസ്ക് ബേബീസ് ആണോ എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ് OAE ചെയ്യുന്നത്. ഇന്ന് ഹിയറിംഗ് എയ്ഡ്സ് വരുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മൊബൈൽ ഫോൺ, നമുക്ക് ഏത് മൊബൈൽ ഫോണും ബ്ലൂടൂത്തുള്ള ഏത് മൊബൈൽ ഫോണും ഡയറക്റ്റ്ലി ഹിയറിംഗ് എയ്ഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇൻവിസിബിൾ ഇൻ ദി കനാൽ എന്ന് പറയുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ചെവിയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പുറമെ തീരെ കാണാൻ കഴിയാത്ത വിധമായിരിക്കും അത് ഇരിക്കുക. കേൾവിക്കുറവിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഐസൊലേഷനാണ്.
അതായത് എനിക്കൊരു കേൾവിക്കുറവുണ്ടെങ്കിൽ ഞാൻ പതിയെ യാത്രകൾ കുറയ്ക്കും. ബാക്കിയുള്ളവരായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഒരുപാട് കുറയും. അതാണ് ഹിയറിംഗ് ലോസിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഏറ്റവും വേഴ്സ്റ്റ് കേസസിൽ ഈ ഒരു സോഷ്യൽ ഐസൊലേഷൻ ഡിപ്രഷൻ വരെ കാരണമാകാം. അതുപോലെ തന്നെ ഹിയറിംഗ് ലോസ്, അൺട്രീറ്റഡ് ആയിട്ടുള്ളൊരു ഹിയറിംഗ് ലോസ് ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷന് കൂടി കാരണമാകാം എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. കേൾവിക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് നൂതന സൗകര്യങ്ങൾ ഒരുക്കി കേൾവിശക്തി വീണ്ടെടുക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് ആലുവയിലെ ദിയ ഹിയറിംഗ് കെയർ. കേൾവിക്കൊരു പ്രശ്നം തോന്നുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ ചെറിയൊരു കേൾവിക്കുറവാകാം, എന്ത് വേണമെങ്കിലും ആകാം. അത് നീട്ടി വെക്കാതെ ഉടൻ ഒരു ഓഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിനൊരു പരിഹാരം കാണുക. ഹിയറിംഗ് എയ്ഡ് വാങ്ങിച്ച് വെച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, അത് നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ന്യൂസ് ബ്യൂറോ, ആലുവ.